ഓഹരിവണ്ണം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രധാനമായിട്ടും സ്വിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 3 തരത്തിലുള്ള മാർക്കറ്റാണുള്ളത്. ഒന്ന് ഈസി മണി മാർക്കറ്റ്, രണ്ടാമത്തത് ഹാർഡ് മണി, മൂന്നാമത്തത് നോ മണി. അതായത് ഈസി മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്. ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ നമ്മൾ മേടിച്ച് കുറച്ച് നാൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു സ്റ്റോക്കിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇനി അങ്ങനെയല്ല, എന്തെങ്കിലും കാരണങ്ങളാൽ താഴോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മേടിച്ച് ആവറേജ് ഒക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് തിരിച്ച് കയറി വന്ന് നമുക്ക് ആ ഒരു സ്റ്റോക്ക് പ്രോഫിറ്റ് തരുന്ന ഒരു അവസ്ഥ. അപ്പം ആ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ ട്രേഡ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളവിടെ ഈസി മണി എന്ന് ആ ഒരു മാർക്കറ്റ് കണ്ടീഷനെ വിളിക്കുന്നത്. നിലവിലുള്ളത് ഹാർഡ് മണിയാണ്. അതായത് ഈ മാർക്കറ്റ് കണ്ടീഷനിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും, സ്മോൾ ക്യാപ്പ് മുകളിലോട്ട് പോകും, എല്ലാ ഇൻഡെക്സും മുകളിലോട്ട് പോകും. പക്ഷെ മുകളിലോട്ട് പോകുന്ന സ്റ്റോക്കുകൾ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളും അതേപോലെ തന്നെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സിൽ നിന്ന് മാത്രമായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഹാർഡ് മണി എന്ന് വിളിക്കുന്നത്. നമുക്ക് വളരെ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻസ് വേണം, സെക്ടേഴ്സ് മനസ്സിലാക്കണം, സ്റ്റോക്ക് എന്തുകൊണ്ട് കയറുന്നു എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ റാൻഡമായിട്ട് ഏതെങ്കിലുമൊക്കെ സ്റ്റോക്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കേൾക്കുന്നതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക വളരെ ഹാർഡായിട്ടുള്ള ഒരു ജോബ് തന്നെയാണ്. അതാണ് നമ്മൾ ഇതിനെ ഹാർഡ് മണി എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് നോ മണി. അതായത് നമ്മളതിൽ എങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും, സ്വിംഗ് ട്രേഡിങ് എങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. നമ്മൾ പൈസ ഉണ്ടാക്കാൻ സാധ്യത ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ബേരിഷ് മാർക്കറ്റ് പോലുള്ള സിറ്റുവേഷനിൽ അതിനെയാണ് നമ്മൾ നോ മണി എന്ന് വിളിക്കുന്നത്. പ്രസന്റ്ലി നമ്മൾ ഹാർഡ് മണി എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് കണ്ടീഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് അനാവശ്യമായിട്ട് ഇതുവരെയുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് താഴോട്ട് പോയിട്ടുണ്ടെങ്കിലും നല്ല സ്റ്റോക്കല്ലേ, ഫണ്ടമെന്റലി നല്ലതല്ലേ, അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ആവറേജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം പല സ്റ്റോക്കുകളും ചിലപ്പോൾ ഓവർ വാല്യൂഡ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ താഴോട്ട് പോകുന്നതിന് അതിൻ്റെതായ റീസൺസ് ഒക്കെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡൊക്കെ ചെക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 3000 നിന്ന് 1800 ഓൾമോസ്റ്റ് 40% ആ ഒരു സ്റ്റോക്ക് കറക്റ്റ് ചെയ്തു. 38 ആണ് എക്സാക്ട് വാല്യൂ, പക്ഷെ റൗണ്ട് ചെയ്ത് നമുക്കത് 40 എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓൾമോസ്റ്റ് 40%ഓളം കൊച്ചിൻ ഷിപ്പ്യാർഡ് കറക്റ്റ് ചെയ്തു. അപ്പം 3000 പോയിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് കണ്ടിട്ട്, ഇല്ലെങ്കിൽ പല ആൾക്കാരും കൊച്ചിൻ ഷിപ്പ്യാർഡ് നമ്മുടെ കുറേ നാളുകളായിട്ട് ട്രെൻഡിങ് സ്റ്റോക്കുകൾ ഉണ്ടല്ലോ, RVNL, റെയിൽവേ സെക്ടറിലെ സ്റ്റോക്കുകൾ, ഡിഫൻസിലെ സ്റ്റോക്കുകൾ, ഇങ്ങനെയുള്ള കുറേ എന്താ പറയുക ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്ക് നെയിം ഉണ്ട്. അതിൽ പോയി ഒന്നും നോക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട്. മേ ബി തിരിച്ച് കയറുമായിരിക്കും, പെട്ടെന്ന് കയറുമായിരിക്കാം, ചിലപ്പോൾ വർഷങ്ങൾ എടുക്കുമായിരിക്കാം. അതുകൊണ്ട് ആവറേജ് ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതാണ് നിലവിലുള്ള മാർക്കറ്റ് കണ്ടീഷൻ. ഹാർഡ് മണി മാർക്കറ്റ് കണ്ടീഷനാണ്. അതുകൊണ്ട് പോയിട്ട് റാൻഡം ആയിട്ടുള്ള ആവറേജിങ്ങോ ബൈയിങ്ങോ ഒക്കെ നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. കഴിഞ്ഞ ഒരാഴ്ച ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻസ് നല്ലതായിരുന്നു. ഞാൻ ഈ പറഞ്ഞ സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കയറി എന്നുള്ളത് മാത്രമേ ഒരു പ്രോബ്ലം ഉള്ളൂ. സ്മോൾ ക്യാപ്പ് വീക്കിലി ബേസിസ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ഒക്കെ ആയാലും വീക്കിലി ബേസിസിൽ പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സ്റ്റിൽ ട്രെൻഡിങ് ആണെന്ന് നമുക്ക് പറയാം. മാർക്കറ്റ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, സ്മോൾ ക്യാപ്പ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, നിഫ്റ്റി ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷൻ തന്നെയാണ്. ഇനി നെക്സ്റ്റ് വീക്കിലോട്ട് നമുക്ക് കാര്യമായിട്ടുള്ള ഇവന്റ്സ് ഒന്നും തന്നെ ഇല്ല, ഹോളിഡേയ്സും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ച കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്വിംഗ് ട്രേഡിംഗ് ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിന് മുൻപേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ളവരിലോട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അപ്പ് സ്റ്റോക്കിലോ സർവ്വതിലൊക്കെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ കൂടെ കയറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് കിടക്കാം. നിഫ്റ്റി ഓൾ ടൈം ഹൈ, അതായത് നമ്മുടെ 25,000 മുകളിൽ ക്ലോസ് ചെയ്യാനും വീക്ക്ലി ബേസിസ് ക്ലോസ് ചെയ്യാനും ആ ഒരു ലെവൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. സോ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പർ സൈഡ് റെസിസ്റ്റൻസ് നമുക്ക് 25,500, 26,000 ഇങ്ങനെയുള്ള റൗണ്ട് ഫിഗേഴ്സ് കൺസിഡർ ചെയ്യാം. ഇതിന് മുൻപേ നമുക്ക് വേറെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു റൗണ്ട് നമ്പേഴ്സ് കൺസിഡർ ചെയ്യാം. ഇനി സ്മോൾ ക്യാപ്പിൽ ലാസ്റ്റ് വീക്ക് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു.
കാര്യമായിട്ടുള്ള മൂവ്മെന്റ്സ് ഒന്നും നമുക്ക് കിട്ടിയില്ല. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് മൂവ് ചെയ്തത്. വീക്ക്ലി ബേസിസിൽ ഇതെന്താണ്, നമുക്ക് ബുള്ളിഷ് ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. ബുള്ളിഷ് ക്ലോസിംഗ് ആണ് തന്നിട്ടുള്ളത്. ഡെയിലിയിലോട്ട് വരുമ്പം നമുക്ക് ലാസ്റ്റ് 5 days കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് പല ദിവസവും എൻഡ് ഓഫ് ദി ഡേ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് രാവിലെ പ്രോഫിറ്റ് കാണുകയും എൻഡ് ഓഫ് ദി ഡേ ആകുമ്പോഴത്തേക്ക് അത് മൊത്തം വൈപ്പ് ഔട്ടായി നമ്മൾ നഷ്ടത്തിലോട്ട് പോകുന്നൊരവസ്ഥ പല ദിവസങ്ങളിൽ സ്മോൾ ക്യാപ്പിൽ വരുന്നുണ്ട്. സോ ഇൻഡെക്സിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. വളരെ സൈഡ് വേസ് ടു അപ് ട്രെൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓവറോൾ മാർക്കറ്റ് കണ്ടീഷന് കാര്യമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഒന്നുമില്ല. പിന്നെ നമുക്ക് ഈ ഒരു ലാസ്റ്റ് കറക്ഷനിൽ നിന്ന് ലോയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 8% ഒരു മൂവ്മെന്റ് തന്നിട്ടുണ്ട് ലാസ്റ്റ് 2 weeks. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം സൈഡ് വേസിൽ പോയാലും നമുക്ക് പരാതിയൊന്നും പറയാൻ സാധിക്കത്തില്ല. ഇനി അടുത്ത ആഴ്ച കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റോക്കുകളിലോട്ട് പോകുമ്പം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഫാർമ സെക്ടറും IT സെക്ടറുമാണ് ബുള്ളിഷ് എന്നുള്ളത്. നിങ്ങൾ ഫാർമ സെക്ടറിൽ സ്റ്റോക്കുകൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയേനെ, IT സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയേനെ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് രണ്ടിൻ്റെയും ബീസ് മേടിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ സാധിച്ചേനെ. ഈ ഒരു പോയിന്റിലാണ് നമ്മൾ പറഞ്ഞത്. അവിടെ നിന്ന് ഈ ഒരു ഇൻഡെക്സ് മാത്രം ഓൾമോസ്റ്റ് 20% മൂവ് ചെയ്തു. ഇൻഡെക്സ് 20% മൂവ് ചെയ്തു. ചെറിയൊരു കാര്യമല്ല, വളരെ വലിയൊരു കാര്യമാണ്. ഇനി നിഫ്റ്റി IT പോകുമ്പം അത്രയും മൂവ് ചെയ്ത സ്ഥിതിക്ക് ഇനി കുറച്ച് സെല്ലിങ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. നിഫ്റ്റിയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 8% ഈ ഒരു ലോയിൽ നിന്നും ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിന്ന് നമുക്ക് 4% അടുത്തും ഒരു അപ്സൈഡ് മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഇൻഡെക്സിൽ. സോ സ്റ്റിൽ ഫാർമയും IT തന്നെയാണ് ബുള്ളിഷ് എന്നുള്ളതാണ് എൻ്റെ വ്യൂ. ഇനി നമുക്ക് ബ്രേക്ക് ഔട്ട് സ്റ്റോക്സിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റോക്ക് PNB ഹൗസിംഗ് ഫിനാൻസ് ആണ്. PNB ഹൗസിംഗ് ഫിനാൻസിൻ്റെ മന്ത്ലി ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ മന്ത്ലി ചാർട്ട് പരിശോധിച്ചാൽ നമുക്കിവിടെ ഒരു ബ്രേക്ക് ഔട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ. ബ്രേക്ക് ഔട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വോളിയം പാർട്ടിസിപ്പേഷനും ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡലിൻ്റെ മുകളിൽ നിങ്ങൾ എൻട്രി കൺസിഡർ ചെയ്ത് അതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചാലും ഓൾമോസ്റ്റ് ഒരു 20% 22% നിങ്ങൾക്ക് നല്ലൊരു എൻട്രി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ടെക്നിക്കൽ ലെവൽ പ്രകാരം ഈ ഒരു ഹൈ ഒക്കെ ടെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു ഹൈ വരെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് എത്രയാണ് ഒരു 45%ഓളം അപ്സൈഡ് ഇനീഷ്യൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ നമ്മളുടെ ഫസ്റ്റ് സ്റ്റോക്ക് PNB ഹൗസിംഗ് ഫിനാൻസ് ആണ്. ഇപ്പോഴത്തെ അതിൻ്റെ വില 977 ആണ്, 977 ആണ്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഓൾമോസ്റ്റ് 780 ഇല്ലെങ്കിൽ 777 800 ആ ഒരു സോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് വെക്കണമെന്നുണ്ടെങ്കിൽ വീക്കിലി ഡെയിലി ചാർട്ടിലോട്ടൊക്കെ പോയി ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടം വരെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12 ഇല്ലെങ്കിൽ ഇവിടം വരെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 15% സ്റ്റോപ്പ് ലോസിൽ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. ഈ 15% ധാരാളമാണ്. 15% ധാരാളമാണ്. ഇവിടം വരെ വെക്കണം എന്നൊന്നുമില്ല. നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാലും 15-16% നിങ്ങൾക്ക് ട്രേഡ് എടുത്തുകൊണ്ട് ടാർഗറ്റ് നമുക്ക് ഇത് തന്നെ സെറ്റ് ചെയ്യാം 45%. സോ 1:3 ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫസ്റ്റ് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമുക്ക് വരുന്നത് ഏരിയസ് ആഗ്രോ ആണ്. ഏരിയസ് ആഗ്രോ നമ്മൾ ഓൾറെഡി ഇതിനു മുൻപ് ഡിസ്കസ് ചെയ്തതാണ്, പക്ഷെ അവിടെ നിന്നൊരു മൂവ്മെന്റ്സ് കിട്ടിയിട്ടില്ല. അതായത് നമ്മൾ ഈ ഒരു ചാർട്ടിനെ ഓവറോൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. ഓക്കെ, ഇത് നമ്മളുടെ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. ആ ഒരു റെസിസ്റ്റൻസ് പോയിന്റിൽ നിന്ന് സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് തന്ന് മുകളിലോട്ട് പോയി. പക്ഷേ അവിടെ എന്താണ് ഒരു മൂവ്മെന്റ് തരാൻ വേണ്ടി സാധിച്ചിട്ടില്ല, വേണമെങ്കിൽ ഫെയിലായി എന്ന് നമുക്ക് പറയാം. അതിനുശേഷം ഇവിടെ ഡെയിലിയിൽ പുതിയൊരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു വീക്കല്ല, അത്ര ഈസി അല്ലാത്തൊരു മാർക്കറ്റ് കണ്ടീഷനിൽ ഈ ഒരു 322 ഇല്ല 325 എന്ന് പറയുന്ന സോൺ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് എന്താണ് ഒരു മൂവ്മെന്റ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി ഇവിടെ വലിയൊരു ബ്രേക്ക്ഔട്ട് നടന്ന് മൂവ്മെന്റ് തരാതിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മൂവ്മെന്റ് കൂടെ നമുക്കിവിടെ എക്സ്പെക്ട് ചെയ്യാം. വളരെ നല്ല രീതിയിലുള്ളൊരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു പോയിന്റിന് മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ.
അപ്പം നമ്മളുടെ ഈ ഒരു 325 മുകളിൽ കൺസിഡർ ചെയ്യാം. ഓൾമോസ്റ്റ് ഈ ഒരു സ്വിംഗ് ലോ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ 17-18% സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 45-50% ഒക്കെ നമുക്ക് ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യാൻ, അതായത് 1:2 ഇല്ല 1:2.5 ഒക്കെ 1:3 ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഏരിയസ് ആഗ്രോ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 295 നമ്മളുടെ എൻട്രി വരുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 325 ലെവലിലാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്തൊരു സ്റ്റോക്കാണ് ഇൻഡോ അമീൻ എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റോക്കിൻ്റെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് 185 മുകളിലാണ്. 185 മുകളിലാണ് നമ്മളുടെ എൻട്രി വരുന്നത്. അപ്പം അതിന് മുകളിൽ നിങ്ങൾക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഇപ്പം 2022 വന്ന IPO ആണ്. സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത് 25% വരുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീക്കിലി ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്വിംഗ് ലോ ഒക്കെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 16% സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അത്യാവശ്യം നല്ല വോളിയം പാർട്ടിസിപ്പേഷനൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു ഞാനീ പറഞ്ഞ ബ്രേക്ക്ഔട്ട് ലെവലിന് മുകളിൽ 185 എന്ന് പറയുന്ന ലെവലിന് മുകളിൽ എൻട്രി കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്ക് ADSL ആണ്. ADSLന്റെ മന്ത്ലി ചാർട്ടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ ഒരു ബ്രേക്ക്ഔട്ട് ഉണ്ട് അല്ലേ. ഓൾമോസ്റ്റ് 2009 മുതലുള്ള ഒരു റെസിസ്റ്റൻസ് ആണിത്. ആ ഒരു റെസിസ്റ്റൻസ് മാത്രമല്ല, ഇവിടെ നല്ല രീതിയിലുള്ള ഒരു വോളിയം കയറി വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ വീക്ക്ലി ചാർട്ടിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബ്രേക്ക്ഔട്ട് ഫോർമേഷനും കാര്യങ്ങളൊക്കെ ഓൾറെഡി കിട്ടുന്നുണ്ട്. ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷെ നമ്മുടെ കോഴ്സ് എടുത്തവർക്കൊക്കെ അറിയാം. അപ്പം ഈ ഒരു പോയിന്റിന് മുകളിൽ എൻട്രി കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഇവിടെ 30% ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ റീസെൻറ്റ് സ്വിംഗ് ലോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 23%. ഇനി അങ്ങനെയല്ല, ഇനിയും സ്റ്റോപ്പ് ലോസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോയിലോട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാം 15%. എൻട്രി ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഹൈയിൽ നിന്നാണ്. ഓക്കെ, സോ ഈ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് 281, 282 റെസിസ്റ്റൻസ് പോയിന്റ് ബ്രേക്ക് ചെയ്യുമ്പോഴേ എൻട്രി എടുക്കാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു 15% സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഇതൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. വർക്കൗട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് വന്ന് ഈ ഒരു റെസിസ്റ്റൻസ് വരെയൊക്കെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് 60-70% ഒക്കെ മൂവ്മെൻറ്റ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം, ADSL. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്ന 4 സ്റ്റോക്ക് PNB ഹൗസിംഗ് ഫിനാൻസും അതേപോലെ തന്നെ ഏരിയസ് ആഗ്രോ, ഇൻഡോ അമീൻ, ADSL ആണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവാം, സജഷൻസ് അല്ല. വർദ്ധമാൻ പോളിടെക്സ് ഉണ്ട്. ഈ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഞാനിതിൽ എൻട്രി ഒന്നും പറയുന്നില്ല. ഇത് അപ്പർ സർക്യൂട്ട് ലോവർ സർക്യൂട്ട് അടിക്കുന്ന പെന്നി സ്റ്റോക്കാണ്. 12 രൂപയെ വിലയുള്ളൂ. പക്ഷെ കഴിഞ്ഞ ഒരു 10-25 വർഷത്തെ ഒരു സോണാണ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും അടിക്കുന്ന സ്റ്റോക്കാണ്. അതുകൊണ്ട് ഇടുന്ന പൈസ മറന്നോളുക. ആരെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ, ഞാൻ ഇടാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല, ഇടുന്നുണ്ടെങ്കിൽ മറന്നോളുക. ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ റീസെൻ്റ്ലി ലിക്കർ സ്റ്റോക്കുകളൊക്കെ തന്നെ കയറുന്നുണ്ട്. തന്നെ നിങ്ങൾക്ക് ABDL ലൈൻ ബ്ലെൻഡ് ഈ ഒരു സ്റ്റോക്ക് റീസെൻ്റ് IPO ആണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാം. ലിക്കർ സ്റ്റോക്കാണ്, ആൽക്കഹോൾ സ്റ്റോക്കാണ്. ആ സ്റ്റോക്കുകളിലൊക്കെ ഒരു മൂവ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒറീസ മൈനിൽ നല്ലൊരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ഇത് അത്യാവശ്യം റേറ്റുള്ള സ്റ്റോക്കാണ്. 8,000+ ഇതിൻ്റെ പ്രൈസിങ് വരുന്നുണ്ട്. പക്ഷേ ഇത് BSE ആണ്. ഇതിൻ്റെ NSEയിലെ ചാർട്ട് കുറച്ചുകൂടെ ഒരു ബ്രേക്ക്ഔട്ട് പോലുണ്ട്. BSEയിൽ നേരത്തെ ലിസ്റ്റഡ് ആണ്. ഇത് NSEയിൽ ലിസ്റ്റഡ് ആയതിനു ശേഷമുള്ളതാണ്. NSEയിലെ ഓൾമോസ്റ്റ് 2010 ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 15 വർഷത്തെ ഇല്ല ഒരു 14 വർഷത്തെ ബ്രേക്ക്ഔട്ടാണ് ഒറീസ മൈനിലും വരുന്നത്. സോ ഇത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നലെ 6 സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യുക. നമ്മളുടെ സാറ്റർഡേ വീഡിയോയുടെ ക്ലിയർ പർപ്പസ് എന്ന് പറയുന്നത് ബ്രേക്ക്ഔട്ട് നടക്കാൻ പോകുന്ന സ്റ്റോക്കുകളും ട്രെൻഡിങ് ആയിട്ടുള്ള സെക്ടേഴ്സും ഇതൊക്കെ നിങ്ങൾ മിസ്സാകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ എന്താ പറയുക, ഇതൊരു റെക്കമെൻഡേഷൻസ് ആയിട്ടോ അങ്ങനെയൊന്നും നമ്മളിത് കൺസിഡർ ചെയ്യേണ്ട, അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നുമില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.